കലാപത്തിന്റെ ഇരകളും മോദി നടത്തിയ വികസനത്തിന്റെ ഇരകളും ഗുജറാത്തിൽ ഉണ്ടായിരിക്കെ അക്കാര്യം ജനങ്ങളോട് പറയുന്നതിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു. ആം ആദ്മി പാർട്ടിയിൽ പ്രത്യേകിച്ചും ഗുജറാത്തിലും ഈ കൂട്ടക്കൊലകളെ പറ്റിയോ അല്ലെങ്കിൽ വർഗീയതയെ പറ്റിയുള്ള അവരുടെ നിലപാട് അത്ര ശക്തമല്ല. അതുകൊണ്ടാണ് എന്നെ അവർ ഈ പ്രചരണത്തിലൊന്നും വിളിക്കുകയോ ഉൾപ്പെടുത്തുകയോ ചെയ്തിരുന്നത്. ഗാന്ധിനഗറിൽ LK അദ്വാനിക്കെതിരെ താൻ മത്സരിക്കുമെന്നാണ് ആം ആദ്മി നേതൃത്വം പ്രഖ്യാപിച്ചത്. എന്നാൽ ഒരു ബിൽഡർക്കാണ് സീറ്റ് നൽകിയത്. റൈഡ്സ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി സുപ്രീം കോടതിയിൽ CBI ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ആവശ്യപ്പെട്ട് കേസ് കൊടുത്തത് മല്ലിക സാരാഭായി ആയിരുന്നു. അവർ എന്നെക്കാളും മുമ്പേ പാർട്ടി ചേർന്നു. അവരെ അവർ വേണ്ടവണ്ണം ഉപയോഗിച്ചില്ല, ഒരു പ്രകടനത്തിനും പങ്കെടുപ്പിച്ചിട്ടില്ല. മല്ലിക സാരാഭായിക്ക് അവർ ഗുജറാത്തിയാണ്, അവർക്ക് ഒരു ലീഡിങ് ഫാമിലി എന്നാണ്, സാരാഭായി ഫാമിലി എന്നാണ്, നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇതിനേക്കാളും നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് കൊടുക്കാതെ ആരോരും അറിയാത്ത വലിയ പണക്കാരനായ ഒരു ബിൽഡർ കൊടുത്ത് വ്യക്തിപരമായി എനിക്കൊരു വിരോധമൊന്നുമില്ല. അതൊന്നും അത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മല്ലിക സാരാഭായിയെയും തന്നെയും പ്രചാരണ രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയ ആം ആദ്മി പാർട്ടിയുടെ നിലപാട് തെറ്റായിരുന്നെന്നും RB ശ്രീകുമാർ പറഞ്ഞു. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.